ഷിൻബെറ്റ് ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ തലവനെ പുറത്താക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഞായറാഴ്ച പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇസ്രായേലിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു. ഇസ്രായേലിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്നതിനും അധികാരത്തിൽ സ്വന്തം പിടി നിലനിർത്തുന്നതിനുമുള്ള പ്രചാരണത്തിന് മറ നൽകുന്നതാണ് ചൊവ്വാഴ്ച ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച വ്യോമാക്രമണത്തിന് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതെന്ന് ഇസ്രായേലിലെ പ്രതിഷേധക്കാർ ആരോപിച്ചു. ഈ ആക്രമണം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ നടപടി ബാഹ്യ ഭീഷണി സൃഷ്ടിക്കുകയും ശബ്ദമുയർത്തുന്നവരെ ജനാധിപത്യ വിരുദ്ധരാണെന്ന് ആരോപിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ഇസ്രായേൽ നാവികസേനയിലെ മുൻ മുതിർന്ന ഉദ്യോഗസ്ഥനും പ്രതിഷേധങ്ങളുടെ സംഘാടകനുമായ ഓറ പെലഡ് നകാഷ് പറഞ്ഞു. ഗാസയിൽ നിലവിൽ ഹമാസ് തടവിൽ വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മുൻപ് തടവിലാക്കിയിരിക്കുന്നതോ ആയ ഇസ്രായേലി ബന്ദികളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പുകളും ഈ ആഴ്ച പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കൂടാതെ ഉടനടി വെടിനിർത്തൽ കരാർ ആവശ്യപ്പെടുന്ന പ്രസ്താവനകളും പ്രതിഷേധക്കാർ പുറപ്പെടുവിച്ചു. ഇസ്രായേലിലെ രൂക്ഷമായ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലാണ് ഗാസയിൽ പുതിയ ആക്രമണ തരംഗം ആരംഭിച്ചത്. വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ഇസ്രായേൽ പാർലമെന്റിൽ നിർണായക വോട്ടുകൾ തേടുന്നതിന് നെതന്യാഹുവിന് വലതുപക്ഷ സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യമാണ്. അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുമെന്ന് നെതന്യാഹുവിന് നന്നായി അറിയാം. ഗാസയിലെ ശത്രുത ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനെ ഈ സഖ്യകക്ഷികൾ ശക്തമായി എതിർത്തു. ജനുവരിയിൽ നെതന്യാഹു ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തലിൽ പ്രതിഷേധിച്ച് രാജിവെച്ച തീവ്ര വലതുപക്ഷ മുൻ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ ചൊവ്വാഴ്ച സർക്കാരിൽ വീണ്ടും ചേർന്നു. അഴിമതി കേസിലും നെതന്യാഹു വിചാരണ നേരിടുന്നുണ്ട്. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. യുദ്ധം പുനരാരംഭിച്ചതിനാൽ വാദം കേൾക്കലിൽ ഹാജരാകാതിരിക്കാനുള്ള നെതന്യാഹുവിന്റെ അഭ്യർത്ഥന ചൊവ്വാഴ്ച കോടതി അംഗീകരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹമാസ് ഇപ്പോഴും തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഗാസയിൽ തടവിൽ വെച്ച് കൊല്ലപ്പെട്ട നാദവ് പോപ്പിൾവെലിന്റെ സഹോദരി അയലറ്റ് സ്വാറ്റിക്സ്കി പറഞ്ഞു. ഇവരെ ഇപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിജീവിക്കാത്തവരെ തിരികെ കൊണ്ടുവന്ന് അന്തസ്സോടെ സംസ്കരിക്കാൻ അർഹരുമാണ്. നമ്മൾ വെടിനിർത്തലിലേക്കും ചർച്ചകളിലേക്കും മടങ്ങുകയും അവരുടെ മോചനം ഉറപ്പാക്കുകയും വേണം. ഇവരെയെല്ലാം തിരികെ കൊണ്ടുവരാനുള്ള ഏകമാർഗം ഒരു കരാറാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു.